മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകൾ ജയന്തി രാജൻ, ഞെരളത്ത് ഹരിഗോവിന്ദൻ തുടങ്ങിയവർ സന്ദർശിക്കുകയാണിപ്പോൾ. വീടുകളിൽ ദുരന്തബാധിതർ ഇന്ന് താമസം തുടങ്ങും. കാളിദാസൻ ദേവദത്തുമുണ്ട് വയനാട് നിന്ന്. കാളിദാസൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർത്തും സന്തോഷമുള്ള ദിവസങ്ങളാണ്. മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ കൈമാറിയ വീടുകളിൽ ഇന്ന് വീട്ടുകാർ താമസം തുടങ്ങുകയാണ്. ഇന്ന് രാവിലെയോടെ തന്നെ പാലുകാച്ചൽ ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ ഓരോന്നായി ഈ ഭാഗത്തേക്ക് എത്തുകയാണ്. നേരത്തെ തന്നെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇവിടെ എത്തി വീടുകളൊക്കെ സന്ദർശിച്ചു. ഇപ്പോൾ നമ്മൾ 33-ാം നമ്പർ വീട്ടിലാണ്, രമ്യയുടെ വീട്ടിലാണ്. അങ്ങോട്ടേക്ക് ജയന്തി രാജൻ, അതോടൊപ്പം തന്നെ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഹരിച്ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു വീടുകളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നേരത്തെ ഒരു കവിതയൊക്കെ ചൊല്ലിയിരുന്നു, ആ രണ്ട് വരി ഒന്ന് പാടണം. ഞാൻ പാടണോ പറയണോ, എന്താ പറയുക, കരയണോ ചിരിക്കണോ ഒന്നും അറിയാത്തൊരു അവസ്ഥയിലാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ഞെരളത്ത് ഹരിഗോവിന്ദൻ വന്നത് ഒരു കാരണവശാലും തെറ്റിപ്പോയിട്ടില്ല എന്ന് കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളോട്, കൂടുതൽ ക്രൈസ്തവ സഹോദരങ്ങളോട്, മറ്റ് പാർട്ടികളിൽ പോയി പെട്ടിട്ടുള്ള ഇസ്ലാമിക സഹോദരങ്ങളോട് ഒക്കെ എനിക്ക് ഉറച്ചു പറയാൻ കഴിയുന്ന ഒരു നിമിഷമാണിത്. കാരണം വാക്കും പ്രവൃത്തിയും ഒന്നാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മുടെ നാട്ടിൽ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന, എന്താ പറയുക, എൻ്റെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിൻ്റെ മതം തിരയുന്ന നാട്ടിൽ, ഫാത്തിമ തഹ്ലിയുടെ മതം തിരയുന്ന നാട്ടിൽ, അതിനപ്പുറത്തേക്ക് മനുഷ്യരായി ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു വിടുകയാണ് വീണ്ടും വീണ്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ ഞങ്ങളുടെ നേതൃത്വം എങ്ങനെയാണോ എന്നെ സ്വീകരിച്ചത് അത് അർത്ഥവത്തായിരുന്നു, കേവലമായ നാടകങ്ങളല്ല എന്ന് മലയാളിയായി പറന്ന മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും സാധാരണ മനുഷ്യർക്കും ബോധ്യപ്പെടുന്നതിനുള്ള അവസരങ്ങളാണ് കടന്നുപോയത്. ഇവിടെ മുസ്ലിം ലീഗിലേക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമേ വരാൻ കഴിയൂ എന്ന് വ്യാജ പ്രചാരണം നടത്തുന്ന ആളുകൾക്കുള്ള, എന്താ പറയുക, കരണത്തടിയാണ് അല്ലെങ്കിൽ നെഞ്ചത്തടിയാണ് ഈ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പോലും പ്രചരിച്ചു കൊണ്ടിരുന്നത്. ഞാനിന്ന് അനവധി സുഹൃത്തുക്കൾക്ക് ഈ രമ്യയുടെ വീടിനകത്ത് ഗണപതി ഹോമത്തോടുകൂടി ഈ ചടങ്ങ് നടക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ആവേശപൂർവ്വം ഇതാണ് എൻ്റെ ലീഗ് എന്നൊരൊറ്റ വാചകം വെച്ചിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. കാരണം ഇവിടെ ബിസ്മി ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ വേറെ ദിക്ർ ചൊല്ലിയിട്ടോ അല്ല, ഓരോ വിശ്വാസിക്കും അവനവൻ്റെ വിശ്വാസപ്രകാരം ബിസ്മി ചൊല്ലേണ്ട സ്ഥലത്ത് അങ്ങനെ, ഗണപതി ഹോമം കഴിക്കേണ്ട സ്ഥലത്ത് അങ്ങനെ, അഭിമാനകരമായ അസ്തിത്വം എന്ന വാചകം അടിവരയിട്ടുകൊണ്ട് ആവർത്തിച്ച് പ്രയോഗിച്ച് കാണിക്കുകയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. നേരത്തെ ചൊല്ലിയ കവിത ഒരു 2 വരി 24 പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും കൂടി ചൊല്ലുക. തുല്യനീതിക്കു വേണ്ടി നാം പാടണം, ഭിന്ന സുസ്വരം കേൾക്കുവാനാവണം, മനുജസാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം, മനുജസാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. മനുഷ്യന് സാധ്യമായ എല്ലാം വിളയിച്ചുകൊണ്ട് ഞങ്ങളുടെ അയൽക്കാരായിരിക്കുന്ന, ഞങ്ങളുടെ മീൻസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന CPM-കാരനും BJP-കാർക്കും RSS-കാർക്കും SDPI-കാർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജാതി മത രാഷ്ട്രീയ ലിംഗ വ്യത്യാസമില്ലാത്ത ആളുകൾക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരുവാനുള്ള, എന്താ പറയുക, ആ ഹൃദയങ്ങളെയൊക്കെ കവരുകയാണ് വാസ്തവത്തിൽ ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവ് ജയന്തി രാജനുണ്ട്. എന്ത് തോന്നുന്നു ഈ വീട് കണ്ടിട്ട്? എങ്ങനെയാണ് ഈ സമയത്തെ സന്തോഷം? ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ ഗേറ്റ് കിടക്കുമ്പോഴും ഉണ്ടാവുന്നത് ഹൃദയത്തിൽ എന്തോ ഒരു, എന്താ പറയുക, ആ വികാരം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ ശരിക്കും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന വഴികളിലേക്ക് വന്നിട്ട് 20 വർഷം കഴിയുകയാണ്. ഈ 2 പതിറ്റാണ്ട് കാലം കൊണ്ട് അനുഭവിച്ചത് ഇതാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഹരിഗോവിന്ദേട്ടൻ പറഞ്ഞതുപോലെ ജാതിമത രാഷ്ട്രീയത്തിനപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാൻ പഠിപ്പിക്കലാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രമ്യയുടെ വീട്ടിലെത്തുമ്പോൾ ഗണപതി ഹോമത്തിന് രാവിലെ എത്തേണ്ടതാണ്, പുൽപ്പള്ളി ആയതുകൊണ്ടാണ് വെളുപ്പിന് അവിടുന്ന് പോരാൻ ആനശല്യം ഉള്ളതുകൊണ്ട് പറ്റാത്തത്. ഞാൻ എന്തായാലും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഇന്ന് മുസ്ലിം ലീഗ് പറയുന്നത് ഇതാണ്, ഏത് ജാതി മതമാണെങ്കിലും എന്നോടും പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയായിരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം രമ്യയുടെ വീട്ടിലും നമ്മൾ കാണുന്നത് അതാണ്. നമ്മുടെ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും 105 വീടുകൾ മുസ്ലിം ലീഗ് പിന്നെ പ്രവർത്തകരെയും ഒപ്പം ഈ നാട്ടിലെ നല്ല ഹൃദയമുള്ള ജീവകാരുണ്യത്തിന് സഹായിക്കുന്ന ഒരുപാട് മനുഷ്യരെ ചേർത്ത് നിർത്തി സഹായം ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഇവർ
താമസിക്കാനുള്ള സംവിധാനം വരെ പിന്നെ കണിയാമ്പറ്റയിൽ നിന്നും അല്ലെങ്കിൽ വെള്ളമുണ്ടയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും ഒക്കെയുള്ള മനുഷ്യർ, ഒരുപാട് ആളുകൾ ഇവരുടെ ഒരു ഭക്ഷണ കിറ്റ് അടക്കം നമുക്കിവിടെ കൊടുത്തുകൊണ്ട് ഇവരൊന്നുകൊണ്ടും പ്രയാസപ്പെടരുത്. ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു വന്നവരും അത്രത്തോളം സന്തോഷത്തിലാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എത്തുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, മുണ്ടക്കൈയിലെ മുഴുവൻ ആളുകളും ഇന്നിവിടെ കൂടിച്ചേരുന്നു എന്നുള്ളതാണ്. മുണ്ടക്കൈ ചൂരൽമലയിലെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ദൈവം ഒരു അവസരം എന്റെ പാർട്ടിയുടെ രൂപത്തിൽ തന്നു എന്നുള്ളതിൽ ഞാനും സന്തോഷവതിയാണ്. എന്തായാലും വീട്ടുകാരൊക്കെ തന്നെയുണ്ട്. നമുക്ക് ഈ വീട് തന്നെ നോക്കിയാൽ കാണാം, 3 മുറികളാണ്, 8 സെന്റിൽ 1060 സ്ക്വയർ ഫീറ്റ്. വീട്ടുകാർക്കാണ് രമ്യ. എന്റെ പേര് ബാബ അലക്സാണ്ടർ എന്നാണ്. ഞാൻ മുസ്ലിം ലീഗിലെ അടുത്തിടയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. അപ്പം ഈ വീട്ടുകാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണോ ഇന്നത്തെ ഈ ഒരു ദിവസമായതുകൊണ്ട്? അതെ, അപ്പം രമ്യയുടെ വീട്ടുകാർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. 2 കേരള സ്റ്റോറി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, ഒരു മനഃശക്തി കൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഈ വീട്ടുകാരെ നമ്മളെല്ലാവരും സല്യൂട്ട് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഒപ്പം നമ്മുടെ കേരളക്കാരെ ഒന്നാകെ ഈ വീട്ടുകാരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ അങ്ങനെ 2 റിയൽ കേരള സ്റ്റോറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും. രമ്യയുടെ വീട്ടുകാർക്ക് 33 നമ്പർ വീട്ടിലെ രമ്യക്കും വീട്ടുകാർക്കും ഒക്കെ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നമുക്ക് ഈ വീടുകളൊക്കെ തന്നെ കാണാം. തൊട്ടുപുറകിൽ അവരുടെ പിന്നിൽ പൂജാമുറിയുണ്ട്, പുറകിൽ 3 മുറികളുണ്ട്, വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു കൈമാറ്റ ചടങ്ങ് ഫെബ്രുവരി 28 കഴിഞ്ഞതാണ്. ദുരന്തബാധിതർ ഒന്നിച്ച് തീരുമാനിക്കുകയായിരുന്നു എല്ലാവർക്കും ഒഴിവുള്ള ഒരു സമയം നോക്കി ഇവിടെ താമസം തുടങ്ങാന്നുള്ളത്. ആ ഒരു ദിവസം അത് ഇന്നാണ്. ഇന്നിപ്പോൾ സൗഹൃദ വിരുന്നടക്കം ഒരുക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്, എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പി കെ ഫിറോസ് നമ്മളോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. അങ്ങനെ ജയന്തി രാജനും ഞെരളത്ത് ഹരിഗോവിന്ദനും ഒക്കെ തന്നെ നമ്മളോട് ഒക്കെ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇവിടെ രാവിലെ ഈ ഗണപതി ഹോമം കഴിഞ്ഞതിന്റെ ബാക്കി ഇവിടെയുണ്ട്. ഇതൊക്കെ ഇനി ക്ലീനാക്കണം. ഈ അഗ്നികുണ്ഡമൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഈ സൗഹൃദ വിരുന്നിനായി കാത്തിരിക്കുകയായിരുന്നു. നേതാക്കളൊക്കെ തന്നെ എത്തിച്ചേരാനായി കാത്തിരിക്കുകയായിരുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ നേതാക്കളൊക്കെ തന്നെ എത്തിച്ചേർന്ന് അവരുടെ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഇപ്പോൾ വീട്ടുടമസ്ഥനാണ് ലീഗിലേക്ക് വന്ന ഓക്കെ. അതെ. അപ്പം ഒരുപാട് പേർ ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. ആ വീടുകളൊക്കെ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം മുൻ CPIM നേതാവാണ്, ഇപ്പോൾ ലീഗിന്റെ ഭാഗമാണ്. എന്ത് തോന്നുന്നു? സർക്കാരിന്റെ ടൗൺഷിപ്പ് ഒരു ഭാഗത്ത് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഇതൊരു ചരിത്രമാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ഈ 51 കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി അവരെ സംരക്ഷിക്കുന്നതിന് വളരെ ഫർണിഷ്ഡ്, നമ്മൾ കണ്ടോ, വീട് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള വളരെ സമാനത്തോട് അടച്ചുറപ്പുള്ള ഒരു വീടാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ വീടിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അതിനും ഫണ്ട് കൊടുത്ത ആളാണ്. അന്ന് ഞാൻ ആ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ 51 ദിവസമായി ഞാൻ മുസ്ലിം ലീഗിലേക്ക് വന്നത്. പ്രത്യേകിച്ച് മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ലീഗ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. ഞാൻ ആറന്മുള വള്ളസദ്യയും ആറന്മുള വള്ളംകളിയുടെയും അതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗവും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് ഈ കഴിഞ്ഞ 51 ദിവസം മുൻപ് വരെ. അതുപോലെ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ് ഹൈക്കോടതിയിലെ. അങ്ങനെ നിരവധി ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. ലീഗിന്റെ ഈ സെക്കുലർ സ്വഭാവവും മതേതരത്വവും കൊണ്ട് മാത്രം കൊണ്ടാണ് ഞാൻ ഈ ലീഗിലേക്ക് വരാൻ തയ്യാറായത്. വളരെ സന്തോഷം. അപ്പോൾ ലീഗിന്റെ ഭാഗമായ മുൻ CPIM നേതാവായിട്ടുള്ള കൃഷ്ണകുമാറാണ് നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെ ഒരുപാട് നേതാക്കൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ സൗഹൃദ വിരുന്ന് തുടങ്ങാൻ ഇനി അല്പസമയം കൂടി ബാക്കിയുള്ളൂ. നമ്മൾ ഓരോ വീടുകളിലുമൊക്കെ തന്നെ സന്ദർശിച്ചു. അവരൊക്കെ തന്നെ സന്തോഷത്തിലാണ്. രാവിലത്തെ പാലുകാച്ചൽ ചടങ്ങും ഗണപതി ഹോമവും ഒക്കെ കഴിഞ്ഞ് അവർ ഇനിയിപ്പോഴുള്ള സൗഹൃദ വിരുന്നിലേക്ക് നേതാക്കളടക്കം പങ്കെടുക്കുന്ന സൗഹൃദ വിരുന്നിനായി ആ നേതാക്കൾ എത്തിച്ചേരാനായി അവരുടെയും കൂടി അനുഗ്രഹങ്ങൾ വാങ്ങാനായി തന്നെ കാത്തിരിക്കുന്നു വീട്ടുകാർ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ സൗഹൃദ വിരുന്നിലേക്ക് കടക്കുകയാണ്. അമൽ. ശരി കാളിദാസൻ, എന്തായാലും സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് കാളിദാസിനൊപ്പം നമ്മളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.